പലരും ആമസോൺ ഗോ, ആമസോൺ ഫ്രഷ് എന്നെല്ലാം കേൾക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ് സ്റ്റോർ എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഈ സ്റ്റോർ ഓട്ടോമേഷനിലല്ല അവർ പവർ കിടക്കുന്നത്, ഡാറ്റയിലാണ് അവർ ശക്തി കിടക്കുന്നത്. ഒരു കസ്റ്റമർ ആ സ്റ്റോറിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ എത്ര സമയം അദ്ദേഹം സ്റ്റോറിൽ ചെലവഴിക്കുന്നു, എന്തെല്ലാം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു, ഏതെല്ലാം പ്രൊഡക്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഏതെല്ലാം ഓഫറുകളോട് പ്രതികരിക്കുന്നു എന്നുള്ള എല്ലാ ഡാറ്റയും തന്നെ അവിടെ റെക്കോർഡറാണ്. ഇതുവഴി ഈ സ്റ്റോറിൽ ഏതെല്ലാം പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്യണം, എത്രമാത്രം ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യണം, ഏതെല്ലാം ഓഫറുകളോട് എങ്ങനെയൊക്കെയാണ് കസ്റ്റമർ പ്രതികരിക്കുന്നത്, എന്തെല്ലാം പ്രൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, ഏതെല്ലാം പ്രൊഡക്റ്റിനോടൊപ്പമാണ് മറ്റു പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ അവർക്ക് നേടാൻ സാധിക്കുന്നു. ഇതുവഴി അവർ ബിസിനസ്സിനെ കൂടുതൽ സ്മാർട്ടാക്കാനും അനാവശ്യമായ കോസ്റ്റുകൾ വെട്ടിക്കുറക്കാനും കൂടുതൽ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിലും നമ്മൾ AI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം കോസ്റ്റ് കുറക്കുമെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ AI നമുക്ക് എത്രമാത്രം ഗ്രോത്ത് കൊണ്ടുവരും, നമുക്ക് എത്രമാത്രം നമ്മളെ കസ്റ്റമർ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് പുഷ് ചെയ്യാനും സാധിക്കും എന്നുള്ളതെല്ലാം തന്നെ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കമ്പനിയുടെ എഫിഷ്യൻസി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വെബിനാർ ഈ വരുന്ന ജൂലൈ 18 ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്.